Hi all, welcome to Entri Technical YouTube channel. Kerala PSCയുടെ ടെക്നിക്കൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മൈസെൽഫ് വിഷ്ണു ആനന്ദ്, വൺസ് അഗൈൻ വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് പോകാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇൻ ഓട്ടോമൊബൈൽ സർവീസിംഗ് കൺസെപ്റ്റ് വാട്ട് ഈസ് മെൻഡ് ബൈ ടിയർ ഡൗൺ? ഓട്ടോമൊബൈൽ സർവീസിങ്ങുമായി ബന്ധപ്പെട്ട് ടിയർ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് ഗിവൺ ആർ അഡ്ജസ്റ്റിംഗ്, ഡിസസംബ്ലിംഗ്, റീഅസംബ്ലിംഗ്, മെഷീനിങ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി എ ഫിഗർ ഇൻ വിച്ച് എൻ എൻജിൻ ഈസ് ടിയർ ഡൗൺ. എൻജിനെ പൂർണ്ണമായും അഴിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെ, കമ്പോണന്റുകളായി മാറ്റി വെച്ചിരിക്കുകയാണ്. സോ ടിയർ ഡൗൺ മീൻസ് ഡിസസംബ്ലിംഗ്. അപ്പോൾ ടിയർ ഡൗൺ എന്ന് ഓട്ടോമൊബൈൽ സർവീസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണ് എങ്കിൽ ദാറ്റ് മീൻസ് ഡിസസംബ്ലിംഗ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വി ടെക് സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, വി ടെക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എഞ്ചിനുമായി റിലേറ്റ് ചെയ്ത ടെക്നോളജികൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഓപ്ഷൻസ് ഗിവൺ ആർ വാരിയബിൾ വാൽവ് ടൈമിംഗ്, ഇലക്ട്രോണിക് ക്യാം ഷാഫ്റ്റ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് വാരിയബിൾ വാൽവ് ടൈമിംഗ് ആൻഡ് ലിഫ്റ്റ് ഇലക്ട്രോണിക് കൺട്രോൾ. ഓപ്ഷൻ സി ഈസ് ഗിവൺ വാൽവ് ടൈമിംഗ്, ഇലക്ട്രിക്കൽ ക്യാം ഷാഫ്റ്റ്. നൺ ഓഫ് ദി എബോവ്. ഓക്കെ, അപ്പോൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട് പുതിയതായി വരുന്ന ടെക്നോളജികൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇവിടെ ഒരു എഞ്ചിൻ്റെ സിലിണ്ടർ കവർ കാണാം, അതിൽ എഴുതിയിട്ടുണ്ട് വി ടെക്, അല്ലേ. ഇനി ആ എൻജിൻ മാനുഫാക്ചേർഡ് ബൈ ഹോണ്ടയാണ്. ഇപ്പോൾ ഹോണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് വി ടെക് എന്ന് പറയുന്നത്. സോ വി ടെക് മീൻസ് വാരിയബിൾ വാൽവ് ടൈമിംഗ് ആൻഡ് ലിഫ്റ്റ് ഇലക്ട്രോണിക് കൺട്രോൾ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഹോണ്ട ടു ഇംപ്രൂവ് ദി വോളിമെട്രിക് എഫിഷ്യൻസി ഓഫ് എ 4-stroke IC engine, resulting in high performance at high RPM and ലോവർ ഫ്യൂവൽ കൺസംഷൻ അറ്റ് ലോ RPM. അപ്പോൾ ഹോണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് വി ടെക്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വാരിയബിൾ വാൽവ് ടൈമിംഗ് ആൻഡ് ലിഫ്റ്റ് ഇലക്ട്രോണിക് കൺട്രോൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേം കൂടെ പഠിക്കാം. അവിടെ എഴുതിയിട്ടുണ്ട് DOHC, അല്ലേ. ആ വി ടെക് എന്ന് എഴുതിയിരിക്കുന്നതിന് മുകളിലായി നമുക്ക് കാണാം DOHC. അപ്പോൾ OHC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹെഡ് ക്യാം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ DOHC മീൻസ് ഡബിൾ ഓവർ ഹെഡ് ക്യാം. ഇനി SOHC എന്നാണെങ്കിലോ, അപ്പോൾ SOHC മീൻസ് സിംഗിൾ ഓവർ ഹെഡ് ക്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടേമുകൾ ഇപ്പോൾ പഠിച്ചു. വി ടെക് എന്താണെന്ന് പഠിച്ചു, DOHC എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ SOHC എന്താണെന്ന് കൂടെ പഠിച്ചു. അപ്പോൾ വി ടെക് സ്റ്റാൻഡ്സ് ഫോർ, വി ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is variable valve timing and lift electronic control. So next question is, the term gross vehicle weight indicates, gross vehicle weight എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് ഷോർട്ടായി പറയുന്നത് GVW, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അപ്പോൾ GVW എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. ഇനി ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. So options given are the maximum operating weight of a vehicle without trailer. Option B തന്നിരിക്കുന്നത് weight of the vehicle without passengers. Option C തന്നിരിക്കുന്നത് weight of vehicle when its body is removed. Option D തന്നിരിക്കുന്നത് weight of passengers a vehicle can carry. ഇത് എല്ലാ ഓപ്ഷനുകളും അങ്ങോട്ട് പരസ്പരം കൺഫ്യൂസിംഗ് ആണ്, അല്ലെ. ഇതാണോ അതാണോ എന്ന് നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW ഈസ് ദ മാക്സിമം ഓപ്പറേറ്റിംഗ് വെയിറ്റ് ഓഫ് എ വെഹിക്കിൾ ആസ് സ്പെസിഫൈഡ് ബൈ ദി മാനുഫാക്ചറർ. അപ്പോൾ മാക്സിമം ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ. അപ്പോൾ അതിൽ എന്തായാലും പാസഞ്ചേഴ്സ് കൊണ്ടുപോകുന്ന ഒരു വാഹനമാണെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ വെയിറ്റും ഉൾപ്പെടും. ഇനി ലോഡ് ക്യാരി ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണെങ്കിൽ ആ ലോഡിൻ്റെ വെയിറ്റും ഉൾപ്പെടും, അല്ലേ. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെഹിക്കിൾസ് chassis, body, engine fluids, fuel, accessories, driver, passengers and cargo.
ഓക്കെ, ഒരു വാഹനത്തിൻ്റെ ഭാരം, അതേപോലെ തന്നെ അതിലെ കമ്പോണൻറ്റുകൾ, എൻജിനിൽ വരുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, അതേപോലെ തന്നെ ഡിഫറൻഷ്യലിലുള്ള ഓയിൽ, കൂളൻ്റ്, ഇത്തരം കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും വെയിറ്റ് ഇതിൽ ഉൾപ്പെടും. ഫ്യൂവൽ ആൻഡ് ആക്സസറീസ് ഇൻക്ലൂഡിങ് പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ, അല്ലേ, പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ, ബട്ട് എക്സ്ക്ലൂഡിങ് ദാറ്റ് ഓഫ് എനി ട്രെയിലേഴ്സ്. ഓക്കെ, ഇവിടെ ഒരു വെഹിക്കിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ഇവിടെ ട്രെയിലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ട്രെയിലറിൻ്റെ വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്യില്ല. അതർ ദാൻ ഈ വെഹിക്കിളിൽ വരുന്ന എല്ലാ വെയിറ്റുകളും ഇൻക്ലൂഡിങ് ദി കാർഗോ ആണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ദ മാക്സിമം ഓപ്പറേറ്റിംഗ് വെയിറ്റ് ഓഫ് എ വെഹിക്കിൾ വിത്തൗട്ട് ട്രെയിലർ. GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓപ്പറേറ്റിംഗ് വെയിറ്റ് ആണ് വിത്തൗട്ട് ട്രെയിലർ. അതിൻ്റെ പാസഞ്ചേഴ്സിൻ്റെ വെയിറ്റും അതേപോലെ തന്നെ അതിലെ കാർഗോയുടെ വെയിറ്റും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ടെൻഡൻസി ഓഫ് എ ഫോഴ്സ് ടു റൊട്ടേറ്റ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഫോഴ്സിനെ, ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, അതിനെ എന്ത് പറയും? ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ തന്നിരിക്കുന്നത് RPM, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ടോർക്ക്, ഹോഴ്സ് പവർ. So the tendency of a force to rotate an object is called torque. Okay, but torque is equal to force into distance ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ ഇവിടെ ഒരു ലിവർ ഉണ്ട്, അല്ലേ, ഒരു ഹാൻഡിൽ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ആ ഹാൻഡിലിൻ്റെ അറ്റത്ത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, അല്ലേ. സോ വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഹിയർ. മിനി ഇപ്പോൾ അത് ഈ ആക്സിസിൽ ആക്ട് ചെയ്യുന്നു, അല്ലേ, അത് ആണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ടോർക്ക് കൂട്ടാൻ സാധിക്കും, അല്ലേ, കാരണം എങ്ങനെയാണ്, ഈ ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടുകയാണ് എങ്കിൽ ഇത്രയാക്കി. ഇനി സെയിം ഫോഴ്സ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നേരത്തെ അവിടെ അപ്ലൈ ചെയ്ത സെയിം ഫോഴ്സ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ടോർക്കിൽ വ്യത്യാസം വരും, ടോർക്ക് കൂടും. കാരണം എന്താണ്, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. So the tendency of a force to rotate an object about an axis is called torque. The next question is, engine with equal bore and stroke is called. Options തന്നിരിക്കുന്നത് യൂണിഫോം എഞ്ചിൻ, ഈക്വലൈസ്ഡ് എഞ്ചിൻ, അതേപോലെ തന്നെ സ്ക്വയർ എഞ്ചിൻ ആൻഡ് നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു എഞ്ചിൻ, അതിൻ്റെ ബോർ ഡയമീറ്ററും സ്ട്രോക്ക് ലെങ്തും ഈക്വൽ ആണ്, അതിനെ എന്ത് പറയും എന്നുള്ളതാണ്. സോ ബോർ ടു സ്ട്രോക്ക് റേഷ്യോ എന്താണ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എഞ്ചിനുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ബോർ സ്ട്രോക്ക് റേഷ്യോ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി എഞ്ചിൻ സിലിണ്ടർ ബോർ ഡയമീറ്റർ ടു ഇറ്റ്സ് സ്ട്രോക്ക് ലെങ്ത്. അപ്പോൾ എഞ്ചിൻ്റെ ബോർ ഡയമീറ്റർ, സിലിണ്ടറിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്ററും സ്ട്രോക്ക് ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് ബോർ ടു സ്ട്രോക്ക് റേഷ്യോ. ഓക്കെ, സോ ബോർ ഡയമീറ്ററും സ്ട്രോക്ക് ലെങ്ത്തും തുല്യമാണ് എങ്കിൽ അവിടെ ബോർ ടു സ്ട്രോക്ക് റേഷ്യോ 1 ആയിരിക്കും, അല്ലേ. സി എങ്ങനെയാണ് എഞ്ചിനുകളെ ബോർ ടു സ്ട്രോക്ക് റേഷ്യോ അടിസ്ഥാനപ്പെടുത്തി തരംതിരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ബോർ ഈക്വൽ ടു സ്ട്രോക്ക് ലെങ്ത് ആണ് എങ്കിൽ അവിടെ ബോർ ടു സ്ട്രോക്ക് റേഷ്യോ 1 ആണ്, അല്ലേ. സോ 1 ആണ് എങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് സ്ക്വയർ എഞ്ചിൻ, അല്ലേ. ഇനി ബോർ ഡയമീറ്റർ നമ്മളുടെ സ്ട്രോക്ക് ലെങ്തിനേക്കാൾ കുറവാണ്, ഓക്കെ, അപ്പോൾ അവിടെ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ലെസ് ദാൻ 1 ആണ് എങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് അണ്ടർ സ്ക്വയർ എഞ്ചിൻ ഓർ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ. ഇനി ബോർ ടു സ്ട്രോക്ക് റേഷ്യോ, ബോർ ഡയമീറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ സ്ട്രോക്ക് ലെങ്ത്, അങ്ങനെയാണെങ്കിൽ അവിടെ റേഷ്യോ 1ൽ കൂടുതലാണ്, അല്ലേ. അങ്ങനെയാണ് എങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ഓവർ സ്ക്വയർ എഞ്ചിൻ ഓർ ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻസ്. സ്ക്വയർ എഞ്ചിൻ, ഓവർ സ്ക്വയർ എഞ്ചിൻ, അണ്ടർ സ്ക്വയർ എഞ്ചിൻ എന്നിവ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നടുക്ക് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്ക്വയർ എഞ്ചിൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ സ്ക്വയർ എഞ്ചിൻ. അപ്പോൾ അവിടെ സ്ട്രോക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ബോർ ഡയമീറ്റർ ആണ്. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഷോർട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ ഓവർ സ്ക്വയർ എഞ്ചിൻ. അപ്പോൾ ഓവർ സ്ക്വയർ എഞ്ചിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ബോർ ഡയമീറ്റർ വിൽ ബി ഗ്രേറ്റർ ദാൻ സ്ട്രോക്ക് ലെങ്ത്, അല്ലേ. അപ്പോൾ അവിടെ ബോർ ഡയമീറ്റർ ടു സ്ട്രോക്ക് ലെങ്ത് ആണ് റേഷ്യോ എന്ന് പറഞ്ഞു, അല്ലേ. സോ അവിടെ വാല്യൂ 2 ആണ്. അപ്പോൾ ബോർ ഡയമീറ്റർ വിൽ ബി ഗ്രേറ്റർ ദാൻ ദി സ്ട്രോക്ക് ലെങ്ത്, അല്ലേ. സോ ആ ഒരു വാല്യൂ തന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക്
ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ അവിടെ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് സ്ട്രോക്ക് ലെങ്ത് കൂടുതലാണ് അല്ലേ. ഇനി സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ബോർ ഡയമീറ്റർ കുറവാണ്. അവിടെ ബോർ ടു സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ റേഷ്യോ ലെസ് ദാൻ 1 ആയിരിക്കും. 0.4 ആണ് അവിടുത്തെ റേഷ്യോ അല്ലേ. അപ്പോൾ അത് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും അതിനെ അണ്ടർ സ്ക്വയർ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റുകൾ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. സോ an engine with equal bore and stroke length. ഓക്കെ, ഒരേ അളവ് ബോറും ഒരേ അളവ് സ്ട്രോക്കും, ബോർ ഡയമീറ്ററും സ്ട്രോക്ക് ലെങ്തും തുല്യമാണ് എങ്കിൽ നമുക്കതിനെ സ്ക്വയർ എഞ്ചിൻ എന്നല്ലാതെ വേറൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലേ. നമ്മളിപ്പോൾ കണ്ടു സ്ക്വയർ എഞ്ചിൻ, ഓവർ സ്ക്വയർ എഞ്ചിൻ, അണ്ടർ സ്ക്വയർ എഞ്ചിൻ. സോ ബോർ ഡയമീറ്റർ സ്ട്രോക്ക് ലെങ്തിന് തുല്യമാണ് എങ്കിൽ അതിനെ നമ്മൾ സ്ക്വയർ എഞ്ചിൻ എന്ന് വിളിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ഓഫ് ദ എഞ്ചിൻ. എഞ്ചിൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. വിച്ച് ഹാവ് ബോർ ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് ലെങ്ത്. ബോറും സ്ട്രോക്ക് ലെങ്ത്തും തുല്യമായ എഞ്ചിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഉത്തരം അറിയാം അല്ലേ. ഇപ്പോൾ വാങ്കൽ എഞ്ചിൻ, റേഡിയൽ എഞ്ചിൻ, സ്ക്വയർ എഞ്ചിൻ, ഹൈബ്രിഡ് എഞ്ചിൻ എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ദ ആൻസർ ഈസ് സ്ക്വയർ എഞ്ചിൻ. കാരണം എന്താണ്, ബോർ ടു സ്ട്രോക്ക്, ബോർ ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബോറും സ്ട്രോക്കും തുല്യമാണെങ്കിൽ അതിനെ സ്ക്വയർ എഞ്ചിൻ എന്നല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇതും നമ്മളിപ്പോൾ പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ ഡയമീറ്റർ ഓഫ് ദി എഞ്ചിൻ സിലിണ്ടർ. ഡയമീറ്റർ ഓഫ് ദി എഞ്ചിൻ സിലിണ്ടർ ഈസ് കോൾഡ്. ഓപ്ഷൻസ് ഗിവൺ ആർ ബോസ്, റിം, ബോർ, സ്ട്രോക്ക്. അപ്പോൾ ഇവിടെ ഉത്തരം വളരെ എളുപ്പമാണ്, പക്ഷേ തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ബോസ് എന്നാണ്, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ബോർ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ആക്ച്വലി നമ്മൾ മുഴുവൻ ഓപ്ഷനുകൾ വായിക്കാൻ നിൽക്കാറില്ല. അല്ലെങ്കിൽ ആ ബി ഒ കാണുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ എ കറുപ്പിച്ച് കഴിഞ്ഞാണ് അയ്യോ അത് ബോസ് ആയിരുന്നു, ബോറല്ല എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എപ്പോഴും നമ്മൾ 4 ഓപ്ഷൻസും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ആൻസർ ദ ഡയമീറ്റർ ഓഫ് ദി എൻജിൻ സിലിണ്ടർ ഈസ് കോൾഡ് ബോർ എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് ഒരു സിലിണ്ടർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്ററിനെയാണ് നമ്മൾ ബോർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ആക്ച്വൽ പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദി സിലിണ്ടർ ഈസ് കോൾഡ്. എഞ്ചിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പവറിനെ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഗിവൺ ആർ ബ്രേക്ക് പവർ, ഇൻഡിക്കേറ്റഡ് പവർ, ഷാഫ്റ്റ് പവർ, റേറ്റഡ് പവർ. ഓക്കെ, അപ്പോൾ ഇവിടെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ കൃത്യമായി ഇത് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ബ്രേക്ക് പവർ അല്ല എന്ന് നമുക്ക് പറയാം അല്ലേ. അതേപോലെ തന്നെ ഷാഫ്റ്റ് പവർ അല്ല എന്ന് നമുക്ക് പറയാം. ഇനി റേറ്റഡ് പവർ ആണോ ഇൻഡിക്കേറ്റഡ് പവർ ആണോ എന്നവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അവിടെ യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എഞ്ചിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദി സിലിണ്ടർ, അതിനെ നമ്മൾ പറയുന്നത് ഇൻഡിക്കേറ്റഡ് പവർ എന്നാണ്. ഓക്കെ, അപ്പോൾ എൻജിൻ സിലിണ്ടറിനുള്ളിൽ ഫ്യൂവൽ കത്തി, അതായത് ഫ്യൂവലും ആയിക്കോട്ടെ, ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചറാണ് നമ്മൾ സിലിണ്ടറിലേക്ക് കൊടുക്കുന്നത്. അതിനെ നമ്മളൊരു സ്പാർക്ക് പ്ലഗ് വെച്ച് ഇഗ്നൈറ്റ് ചെയ്യിക്കുന്നു. ഇനി ഡീസൽ എഞ്ചിൻ ആണ് എങ്കിൽ ഡീസലിനെ നമ്മൾ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അവിടെ കമ്പസ്റ്റൻ നടക്കും അല്ലെ. അങ്ങനെ ആ കമ്പസ്റ്റൻ നടന്ന് ഒരു എനർജി റിലീസ് ചെയ്യുന്നു. ആ എമൗണ്ട് ഓഫ് പവർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ എഞ്ചിനിലെ പവറുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യനും അല്ലേ. സോ ദ പവർ അവൈലബിൾ അറ്റ് ദി എഞ്ചിൻസ് ഫ്ലൈ വീൽ. അപ്പോൾ ഫ്ലൈ വീലിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ, ഇപ്പോൾ ഫ്ലൈ വീലാണ് എഞ്ചിനിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഫ്ലൈ വീലിൽ നിന്നാണ് നമ്മൾ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ അതേതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഗിവൺ ആർ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, ബ്രേക്ക് ഹോഴ്സ് പവർ, ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ, ഓവറോൾ എഫിഷ്യൻസി. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ അല്ല എന്നിപ്പോൾ നമുക്ക് മുൻപത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് എന്തായാലും മനസ്സിലായി അല്ലേ. ഇനി ഓവറോൾ എഫിഷ്യൻസി എന്തായാലും ആവാൻ വഴിയില്ല, കാരണം ഇറ്റ്സ് എ പവർ. അപ്പോൾ ബ്രേക്ക് ഹോഴ്സ് പവർ ആണോ ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ആണോ എന്ന് മാത്രമേ ഇപ്പോൾ അറിയാനുള്ളൂ. ഒരു എൻജിൻ നമുക്ക് കാണാം. സോ ദിസ് ഈസ് ദ ഫ്ലൈ വീൽ ഓഫ് ദാറ്റ് എൻജിൻ. ആ ഫ്ലൈ വീലിൽ നിന്നാണ് നമുക്ക് എൻജിനിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത്. ആ ഫ്ലൈ വീലിൽ നിന്നുള്ള റോട്ടറി മോഷൻ, അതാണ് നമ്മൾ ക്ലച്ച് വഴി ഗിയർ ബോക്സിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ എൻജിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ.
പക്ഷെ നമുക്ക് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറിനെ മുഴുവനായി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കമ്പസ്റ്റിൻ്റെ ഫലമായി ഉണ്ടാകുന്ന എനർജി മുഴുവനായി നമുക്ക് മെക്കാനിക്കൽ എനർജി റോട്ടറി മോഷനായി ഫ്ലൈ വീലിലേക്കുള്ള റോട്ടറി മോഷൻ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കറക്കമായി മാറ്റാൻ സാധിക്കില്ല. ദർ വിൽ ബി ഓൾവേസ് എ ലോസ്. ഫ്ലൈ വീലിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ബ്രേക്ക് ഹോഴ്സ് പവർ, അവൈലബിൾ ആയിട്ടുള്ള പവർ, നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന പവർ ബ്രേക്ക് ഹോഴ്സ് പവർ ആണ്. ഇപ്പോൾ നമ്മൾ ഏത് വാഹനമാണെങ്കിലും അതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ബ്രേക്ക് ഹോഴ്സ് പവർ ആയിരിക്കും, അല്ലെങ്കിൽ BHP, ബ്രേക്ക് ഹോഴ്സ് പവറിൻ്റെ ഷോർട്ട് ഫോം ആണത്. സോ ദ power available at the flywheel is called brake horsepower. Next question is also related to the power. ഓക്കെ, പവറുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ചോദ്യമാണ് അടുത്തത്. പക്ഷെ ഇവിടെ അത് ചോദിച്ചിരിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ദ പവർ യൂട്ടിലൈസ് ടു പ്രൊപ്പൽ ദ വെഹിക്കിൾ ഈസ് നോൺ ആസ്. അപ്പോൾ വാഹനത്തെ ചലിപ്പിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പവർ ഏതാണ് എന്ന് ആണ് ചോദ്യം, അല്ലേ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് FHP, DHP, BHP, IHP എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഷോർട്ട് ഫോമുകളാണ് തന്നിരിക്കുന്നത്. FHP എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ആണ്. ഇനി BHP എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഹോഴ്സ് പവർ ആണ്. IHP എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ആണ്. DHP നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇനി വാഹനത്തെ പ്രൊപ്പല് ചെയ്യിക്കാൻ അവൈലബിൾ ആയ പവർ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ വാഹനത്തെ പ്രൊപ്പല് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് നമ്മളുടെ ഫ്ലൈ വീലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പവറാണ്, അല്ലേ? ഫ്ലൈ വീലിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന പവറാണ്. അപ്പോൾ അത് BHP ആണ്, അല്ലെങ്കിൽ ബ്രേക്ക് ഹോഴ്സ് പവർ ആണ്. ഓക്കെ, ഇപ്പോൾ IHP എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ആണ്. അത് എൻജിനുള്ളിൽ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്പ് ചെയ്യുന്ന പവറാണ്, അല്ലേ? ഇനി FHP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ആണ് FHP. ഓക്കെ, എന്താണ് ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ? ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ആണ് FHP. അപ്പോൾ നമ്മൾ എൻജിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ IHP ആണെന്ന് പറഞ്ഞു, അല്ലേ? IHP ആണ് എൻജിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ. ഇനി നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് BHP ആണ്, അല്ലേ? BHP ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, വി ഹാവ് ഓൾറെഡി ടോൾഡ്, നമുക്ക് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഫ്യൂവൽ കത്തി ഉണ്ടാവുന്ന മുഴുവൻ എനർജിയെ റോട്ടറി മോഷനായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. സോ അവിടെ ഒരു ലോസ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും ബ്രേക്ക് ഹോഴ്സ് പവറും തമ്മിലുള്ള വ്യത്യാസമാണ്, ഡിഫറൻസ് ആണ് എന്ത് നമ്മുടെ ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ IHP മൈനസ് BHP ഈക്വൽ ടു FHP ആണ്. അപ്പോൾ ഇനി ഒരു വാല്യൂ തന്നിട്ട് IHP ഇത്രയാണ്, BHP ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ FHP എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം എഴുതാൻ സാധിക്കണം. അടുത്ത ചോദ്യം സിമിലർ ചോദ്യമാണ്, ബട്ട് അത് മറ്റൊരു രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ദ യൂസ്ഫുൾ പവർ ഒബ്റ്റെയിൻഡ് അറ്റ് ദി എൻജിൻ ഫ്ലൈ വീൽ. അപ്പോൾ ഇതിന് ഉത്തരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. ഈ വീലിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് ബ്രേക്ക് പവർ ആണ്. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ദ ആക്ച്വൽ പവർ അവൈലബിൾ ഓൺ ദി എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ നമ്മുടെ BHP തന്നെയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ റേഷ്യോ ഓഫ് ബ്രേക്ക് ഹോഴ്സ് പവർ, അതായത് BHP, അല്ലേ? നമ്മുടെ BHP ആണ്. BHP ടു ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ IHPയും BHPയും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നു: വോള്യൂമെട്രിക് എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി, പവർ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഹോഴ്സ് പവറും ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും തമ്മിലുള്ള റേഷ്യോ അതിനെ നമ്മൾ പറയുന്നതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന്. സോ നമുക്ക് പറയാം മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു BHP, BP ബ്രേക്ക് ഹോഴ്സ് പവർ, BP ബൈ IP ആണ്, ഇൻഡിക്കേറ്റഡ് പവർ ആണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ചോദ്യം. അടുത്ത ചോദ്യം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് വാൽവ്സ് ഇൻ റിലേഷൻ ടു പൊസിഷൻ ഓഫ് പിസ്റ്റൺ ആൻഡ് ഫ്ലൈ വീൽ ഇസ് കോൾഡ്. ഇപ്പോൾ വാൽവുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് പിസ്റ്റന്റെ പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലേ? ആ പിസ്റ്റൺ പൊസിഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി വാൽവുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നതിനെ എന്ത് പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വാൽവ് ലീഡ്, വാൽവ് ലാഗ്, വാൽവ് ഓവർലാപ്പ്, വാൽവ് ടൈമിംഗ്. ഓക്കെ, അപ്പോൾ എല്ലാ ഓപ്ഷനുകളിലും എന്തുണ്ട്? വാൽവ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വാൽവാണ് എന്തായാലും ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു വാൽവ് ഉണ്ട്. പക്ഷേ
വാൽവ് ലീഡ് അല്ല ലാഗ് അല്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് വാൽവ് ഓവർലാപ്പ് ആണോ വാൽവ് ടൈമിംഗ് ആണോ എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ വാൽവ് ടൈമിംഗ് ഡയഗ്രാം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വാൽവ് ടൈമിംഗ് ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു എഞ്ചിനിൽ കമ്പോണൻറ്റുകളെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ പിസ്റ്റൺ ഉണ്ട്. അവിടെ പിസ്റ്റൺ നമ്മളുടെ ക്രാങ്ക് ഷാഫ്റ്റുമായി ഒരു കണക്റ്റിംഗ് റോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഫ്രണ്ട് എൻഡിൽ ദർ ഇസ് എ സ്മോൾ സ്പ്രോക്കറ്റ്. ഇനി ആ സ്പ്രോക്കറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ഹെഡിലുള്ള ഒരു വലിയ സ്പ്രോക്കറ്റിലേക്കാണ്. എന്തുപയോഗിച്ച്? ഒരു ചെയിൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ ഈ ചെയിനെയാണ് നമ്മൾ പറയുന്നത് ടൈമിംഗ് ചെയിൻ അല്ലേ. കാരണം എന്താണ്? ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കറക്കത്തിനനുസരിച്ച് വാൽവുകളെ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ക്യാം ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ചെയിനിൻ്റെ ഉത്തരവാദിത്തം. ആ ചെയിൻ കൃത്യമായി, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള റോട്ടറി മോഷൻ അവിടെ കൃത്യമായി എത്തിയാൽ മാത്രമേ വാൽവുകൾ കൃത്യസമയത്ത് തുറക്കുകയും അടക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? വാൽവ് ടൈമിംഗ്. സോ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് വാൽവ്സ് ഇൻ റിലേഷൻ ടു പൊസിഷൻ ഓഫ് പിസ്റ്റൺ ആൻഡ് ഫ്ലൈവീൽ ഇസ് കോൾഡ് നത്തിങ് അതർ ദാൻ വാൽവ് ടൈമിംഗ്. അപ്പോൾ വാൽവ് ടൈമിംഗ് എന്നാണ് പറയുന്നത് എന്തിനെ? പിസ്റ്റണിൻ്റെ പൊസിഷനെ അടിസ്ഥാനമാക്കി വാൽവിനെ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് വാൽവ് ടൈമിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, if a single cylinder engine produce a power in each rotation of crankshaft, then the engine is a 4-stroke engine, Wankel engine, 2-stroke engine, all of the above. all of the above അല്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം അല്ലേ. എല്ലാവരും കൂടെ ഒരുമിച്ച് പോസിബിൾ ആകുന്ന കാര്യമില്ല. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എല്ലാ റെവല്യൂഷനിലും ഒരു പവർ സ്ട്രോക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏത് എഞ്ചിനാണ് എന്നാണ് ചോദ്യം. സോ ഇഫ് ദ എഞ്ചിൻ ഷുഡ് പ്രൊഡ്യൂസ് എ പവർ സ്ട്രോക്ക് ഇൻ ഈച്ച് റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്, ദാറ്റ് ഷുഡ് ബി എ 2-stroke എഞ്ചിൻ അല്ലേ. ഇപ്പോൾ 2-stroke എഞ്ചിനിൽ മാത്രമാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എല്ലാ റെവല്യൂഷനും പവർ സ്ട്രോക്ക് ഉള്ളത്. പിന്നെ 4-stroke എഞ്ചിൻ ആണെങ്കിലോ, അപ്പോൾ 4-stroke എഞ്ചിൻ്റെ സൈക്കിളിൽ വരുന്നത് 4 സ്ട്രോക്കുകളാണ്: സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അപ്പോൾ അവിടെ ഈ ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കഴിയുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റൊട്ടേഷൻ, അതിലാണ് ഒരു പവർ സ്ട്രോക്ക്, അല്ലെങ്കിൽ ഒരു പവർ സ്ട്രോക്ക് കൊണ്ട് നമുക്കവിടെ 2 റോട്ടറി മോഷൻ കിട്ടുന്നു. ഇനി 2-stroke എഞ്ചിനിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ ഒരു റെവല്യൂഷൻ കിട്ടുന്നത്. സോ അവിടെ എല്ലാ റെവല്യൂഷനിലും ഒരു പവർ സ്ട്രോക്ക് ഉണ്ട്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഇറ്റ്സ് എ 2-stroke engine. Which among the following factors which does not affect engine compression ratio? ഇപ്പോൾ എൻജിൻ കംപ്രഷൻ റേഷ്യോയെ അഫക്റ്റ് ചെയ്യാത്ത കാര്യം, വിച്ച് ഡസ് നോട്ട് അഫക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അഫക്റ്റ് ചെയ്യാത്ത കാര്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഗിവൺ ആർ thickness of cylinder head gasket, carburetor flooding, baffles on piston, particulate deposit inside cylinder. So the answer is carburetor flooding. അപ്പോൾ കാർബറേറ്റർ ഫ്ലഡിങ് നമ്മുടെ കംപ്രഷൻ റേഷ്യോയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ബാക്കി 3 കാര്യങ്ങളും, തിക്നെസ് ഓഫ് ഹെഡ് ഗാസ്കറ്റ്, ബാഫിൽസ് ഓൺ പിസ്റ്റൺ, particulate deposit inside the cylinder, ഇവ 3ഉം കംപ്രഷൻ റേഷ്യോയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. Next question is, the space between piston and cylinder wall is called. പിസ്റ്റണും സിലിണ്ടർ വോളും തമ്മിലുള്ള ഗ്യാപ്പ്, അതിനെ നമ്മൾ എന്ത് പറയും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഗിവൺ ആർ പിസ്റ്റൺ ക്ലിയറൻസ്, ലിപ്പ് ക്ലിയറൻസ്, എൻഡ് ക്ലിയറൻസ്, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ നൺ ഓഫ് ദി എബോവ് അല്ല അല്ലേ. പക്ഷേ ക്ലിയറൻസ് എന്നാണ് നമ്മൾ 2 കമ്പോണൻറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പിനെ പറയുന്ന പേര് അല്ലേ. പക്ഷേ 3 ഓപ്ഷനിലും എന്തുണ്ട്? ക്ലിയറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കൃത്യമായി അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. അതർവൈസ് ഒട്ടും അറിയാത്ത ഒരാളാണ് എങ്കിൽ അത് തെറ്റിക്കും. ഇവിടെ നമുക്കൊരു പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് കാണാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ പിസ്റ്റൺ ഈസ് സ്ലൈറ്റ്ലി സ്മോളർ ദാൻ ദി സിലിണ്ടർ. അപ്പോൾ പിസ്റ്റണുകൾ എപ്പോഴും സിലിണ്ടറിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ദർ ഈസ് ഓൾവേസ് എ ക്ലിയറൻസ് ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ വാൾ. Pistons are made slightly smaller than the cylinder. If the clearance between the piston and cylinder wall is excessive,
എ സ്ലാപ്പിംഗ് നോയ്സ് വിൽ അപ്പിയർ. അപ്പോൾ നമുക്കൊരു അടുത്തൊരു ഉത്തരം കൂടിയാണത്. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ ക്ലിയറൻസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ സ്ലാപ്പിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിസ്റ്റണും സിലിണ്ടറും തമ്മിലുള്ള ഗ്യാപ്പ്, അതിനെ നമ്മൾ പറയുന്ന പേര് പിസ്റ്റൺ ക്ലിയറൻസ് എന്നാണ്. പിസ്റ്റണിൻ്റെ ക്ലിയറൻസ് ആണത്. ആൻസർ ഈസ് പിസ്റ്റൺ ക്ലിയറൻസ്. So next question, the sound produced due to excessive clearance between piston and cylinder. നമ്മളിപ്പോൾ കണ്ട ആ കാര്യമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അല്ലേ. The sound produced due to excessive clearance between piston and cylinder during cold starting. Options given are knocking, piston slap, humming, piston scuffing. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു കാര്യം പഠിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ ഇതിന് ഉത്തരം അറിയാം. അപ്പോൾ പിസ്റ്റണും സിലിണ്ടറും തമ്മിലുള്ള ക്ലിയറൻസ് കൂടുതലാണ് എങ്കിൽ പിസ്റ്റൻ്റെ എൻഡുകൾ അത് ആ സിലിണ്ടറിൽ ചെന്ന് ഇടിക്കാനും അതിൽ ഒരയാനും സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ സ്ലാപ്പിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ വോളിയം ഓഫ് സിലിണ്ടർ വെൻ പിസ്റ്റൺ അറ്റ് TDC ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ ഇത് എൻജിൻ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ TDCയിലാണ് എങ്കിൽ അതിന് മുകളിൽ വരുന്ന വോളിയം അത് എന്താണ് എന്നാണ് ചോദ്യം. So options given are swept volume, engine displacement, clearance volume, piston clearance. Piston clearance നമ്മളിപ്പോൾ കണ്ട കാര്യമാണ്. So it should not be piston clearance. So when the piston is at TDC, piston TDCയിലാണ്. അപ്പോൾ TDC എന്ന് പറയുന്ന പൊസിഷനാണ് ആയി കാണിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ വരുന്ന വോളിയമാണ് നമ്മുടെ ക്ലിയറൻസ് വോളിയം. So next question is when the piston is at BDC. Piston BDCയിലാണ്. The volume of the cylinder above the piston is. ഇപ്പോൾ പിസ്റ്റൺ BDCയിലായിരിക്കുമ്പോൾ അതിന് മുകളിൽ വരുന്ന വോളിയം അതിനെ എന്ത് പറയും എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് ഗിവൺ ആർ ക്ലിയറൻസ് വോളിയം, സ്വെപ്റ്റ് വോളിയം, ടോട്ടൽ വോളിയം, കംപ്രഷൻ റേഷ്യോ. ഇപ്പോൾ നമ്മളുടെ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ട ഫിഗർ നമുക്കിവിടെ കാണാം. സോ ദിസ് ഇസ് ദ BDC പൊസിഷൻ അല്ലേ. അപ്പോൾ BDCക്ക് മുകളിൽ രണ്ട് വോളിയങ്ങൾ വരുന്നുണ്ട്. സ്വെപ്റ്റ് വോളിയവും വരുന്നുണ്ട്, ക്ലിയറൻസ് വോളിയവും വരുന്നുണ്ട്. ഓക്കെ, സോ സ്വെപ്റ്റ് വോളിയത്തിൻ്റെയും ക്ലിയറൻസ് വോളിയത്തിൻ്റെയും തുക അതിനെ നമ്മൾ പറയുന്ന പേരാണ് ടോട്ടൽ വോളിയം. അപ്പോൾ പിസ്റ്റൺ BDCയിലായിരിക്കുമ്പോൾ പിസ്റ്റന് മുകളിലുള്ള വോളിയം ദാറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം. അപ്പോൾ ക്ലിയറൻസ് വോളിയവും അതിൽ ഇൻക്ലൂഡഡ് ആണ്, അതേപോലെ തന്നെ സ്വെപ്റ്റ് വോളിയവും ഇൻക്ലൂഡഡ് ആണ്. സോ പിസ്റ്റൺ BDCയിലായിരിക്കുമ്പോൾ അതിന് മുകളിൽ വരുന്ന വോളിയം ഇറ്റ് ഈസ് കോൾഡ് ടോട്ടൽ വോളിയം. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് കംപ്രഷൻ റേഷ്യോ. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് കണ്ട ചോദ്യത്തിൽ നാലാമത്തെ ഓപ്ഷനായി തന്നിരുന്നത് കംപ്രഷൻ റേഷ്യോ എന്നാണ്. ഓക്കെ, സോ വാട്ട് ഈസ് കംപ്രഷൻ റേഷ്യോ? സോ ഓപ്ഷൻസ് ഗിവൺ ആർ സ്ട്രോക്ക് വോളിയം മൈനസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഓപ്ഷൻ ബി സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം divided by clearance volume. Option C intake pressure divided by exhaust pressure. Option D compression pressure divided by suction pressure. ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിച്ച് നോക്കാത്ത പക്ഷം അത് തെറ്റാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇൻടേക്ക് പ്രഷർ ഡിവൈഡഡ് ബൈ എക്സോസ്റ്റ് പ്രഷർ അല്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഓപ്ഷൻ സി അല്ല. ഇനി കംപ്രഷൻ പ്രഷർ ഡിവൈഡ് ബൈ സക്ഷൻ പ്രഷറും അല്ല, അത് നമുക്കറിയാം. അപ്പോൾ ഇനി ഓപ്ഷൻ എ ആണോ ബി ആണോ എന്ന് മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. അപ്പോൾ അത് തമ്മിൽ ആകെ വ്യത്യാസമുള്ളത് സിമ്പലിൽ മാത്രമാണ്. ഒരു മൈനസ് അല്ലെങ്കിൽ ഒരു പ്ലസ് ആണ് അല്ലേ. അപ്പോൾ ആ മൈനസും പ്ലസും മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ഒരു മാർക്ക് പോയി. നമുക്കവിടെ നമ്മുടെ മാർക്ക് കളയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ തെറ്റിക്കില്ല, നമ്മൾ ഓപ്ഷൻ വായിച്ച് നോക്കിയിട്ടേ ആൻസർ ചെയ്യുള്ളൂ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം, that is the total volume divided by clearance volume. So compression ratio is the ratio of total volume divided by clearance volume. അപ്പോൾ ടോട്ടൽ വോളിയത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ടോട്ടൽ വോളിയം ഇൻക്ലൂഡ്സ് സ്ട്രോക്ക് വോളിയം ആൻഡ് ക്ലിയറൻസ് വോളിയം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അത് തെറ്റില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രോക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ഡബിൾ ദ ക്രാങ്ക് ത്രോ സെയിം ആസ് ദി ക്രാങ്ക് ത്രോ, ഹാഫ് ഓഫ് ദി ക്രാങ്ക് ത്രോ, 3 times ദി ക്രാങ്ക് ത്രോ. അപ്പോൾ സ്ട്രോക്ക് ലെങ്ത്തും ക്രാങ്ക് ത്രോയും തമ്മിലൊരു റിലേഷൻ ഉണ്ട് അല്ലേ. ആ റിലേഷൻ എന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം.
സോ ദ ആൻസർ ഈസ് ഡബിൾ ദി ക്രാങ്ക് ത്രോ. ഇപ്പോൾ സ്ട്രോക്ക് ലെങ്ത് ക്രാങ്ക് ത്രോയുടെ ഇരട്ടിയാണ്. സോ വി ക്യാൻ സേ സ്ട്രോക്ക് ലെങ്ത് L is equal to 2 into ക്രാങ്ക് ത്രോ, ക്രാങ്ക് റേഡിയസ്. ഓക്കെ, വാല്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് ലെങ്ത്തും അതേപോലെ തന്നെ ക്രാങ്ക് റേഡിയസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സ്ട്രോക്ക് ലെങ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്ക് റേഡിയസിൻ്റെ വാല്യൂ എത്രയാണെന്ന് കാണാം, അതേപോലെ ക്രാങ്ക് റേഡിയസ് തന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത് കാണാം. ഓക്കെ, അപ്പോൾ ക്രാങ്ക് ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെയിൻ ജേർണൽ സെൻറ്റർ ലൈൻ ആൻഡ് ക്രാങ്ക് പിൻ സെൻറ്റർ ലൈൻ. ഓക്കെ, ക്രാങ്ക് പിന്നിൻ്റെ സെൻറ്റർ ലൈനും മെയിൻ ജേർണൽ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. ക്രാങ്ക് ത്രോയുടെ ഇരട്ടിയായിരിക്കും സ്ട്രോക്ക് ലെങ്ത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ പ്രോസസ് ഓഫ് റിമൂവിങ് എക്സോസ്റ്റ് ഗ്യാസ് ഫ്രം ദി എൻജിൻ സിലിണ്ടർ. എൻജിൻ സിലിണ്ടറിനകത്ത് നിന്നും എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സ്, അതിനെ എന്ത് പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഗിവൺ ആർ സ്കാവെഞ്ചിങ്, കംപ്രഷൻ, എൻജിൻ സ്ലാപ്പ്, സ്കഫിംഗ്. ഓക്കെ, അപ്പോൾ എൻജിൻ സിലിണ്ടറിൽ നിന്നും എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സ്, അതിനെ നമ്മൾ പറയുന്നതാണ് സ്കാവെഞ്ചിങ്. ഓക്കെ, അപ്പോൾ സ്കാവെഞ്ചിങ് മീൻസ് റിമൂവിങ് എക്സോസ്റ്റ് ഗ്യാസ് ഫ്രം ദി എൻജിൻ സിലിണ്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻടേക്ക്. Scavenging is the process of replacing the exhaust gas in a cylinder of an IC engine with the help of charge for the next cycle. ഓക്കെ, അപ്പോൾ അടുത്ത സൈക്കിളിൻ്റെ തുടങ്ങാൻ ആവശ്യമായ ഫ്രഷ് ചാർജ്, ഒന്നുകിൽ എയർ ഫ്യൂൽ മിക്സ്ചർ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രഷ് എയർ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ, അതിൻ്റെ സഹായത്തോടെ എഞ്ചിനുള്ളിലെ കത്തിയ ഗ്യാസിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കാവെഞ്ചിങ്. So next question is, an engine cylinder with swept volume of 100 cm³ and clearance volume of 10 cm³. The compression ratio is. ഇപ്പോൾ കംപ്രഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1:11, 11:1, 10:1 ആൻഡ് 1:10. So compression ratio equal to total volume by clearance volume ആണ് അല്ലേ. സോ ടോട്ടൽ വോളിയം ഇസ് ദ സം ഓഫ് swept volume ആൻഡ് ക്ലിയറൻസ് വോളിയം. അപ്പോൾ ഇവിടുത്തെ swept വോളിയം 100 ആണ്. സോ 100 + 10 swept വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം അല്ലേ. സോ 110 ഡിവൈഡ് ബൈ 10 ആണ്. സോ ഇറ്റ് ഈസ് 11:1 ആയിരിക്കണം അല്ലേ. ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ കളയാം, 1:11 1:10. കാരണം എന്താണ്, കംപ്രഷൻ റേഷ്യോ എപ്പോഴും എന്താണ് 10:1 അല്ലെങ്കിൽ 12:1, അങ്ങനെ വലിയ വാല്യൂ ഈസ് ചെറിയ നമ്പറാണ് എപ്പോഴും അല്ലേ. അപ്പോൾ ഇവിടെ കൺഫ്യൂസിങ് ആയിട്ടുള്ളത് ആകെ 11:1 ആണോ 10:1 ആണോ എന്നാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ദ ആൻസർ ഈസ് 11:1. സോ അതിൻ്റെ കംപ്രഷൻ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ വാല്യൂസ് ആണ് തരുന്നതെങ്കിൽ ഇതേപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 1 horsepower ഈസ് ഈക്വൽ ടു 1 horsepower എത്ര വാട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഗിവൺ ആർ 700 watt, 716.5 watt, ഓക്കെ, 635.5 watt, 735.5 watt. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മിക്കവാറും ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആദ്യം നമുക്കറിയാം ആ വാല്യൂ നമുക്കറിയാം 736 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 700 എന്ന് കാണുമ്പോൾ 700 ഉണ്ട്, ഒരു 6 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കാണുന്ന വാല്യൂ ബബിൾ ചെയ്യും. അപ്പോൾ ബബിൾ ചെയ്യരുത്, നമ്മൾ ഓപ്ഷൻസ് എപ്പോഴും 4 ഓപ്ഷൻസും വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 735.6 അല്ലെങ്കിൽ 736. ഓക്കെ, സോ 1 horsepower ഇസ് ഈക്വൽ ടു 736 വാട്ട്. അപ്പം അത് തെറ്റിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എൻജിനുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ടേമുകളാണ്. അപ്പോൾ പല മേഖലയിൽ നിന്നുള്ള ടേമുകൾ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ വന്നത് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ളൊരു ടോപ്പിക്കുമായി, ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.